عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിൻ്റെ മഹത്തായ പരിശുദ്ധ ദീനിനെ ഈ ലോകത്തേക്ക് നമുക്ക് സമ്മാനിച്ച ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചര്യകളെ അനുധാവനം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ദീനും അതുപോലെ തന്നെ അതിൽ വിശ്വസിക്കുന്ന അടിയുറച്ച് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളും ഇന്നേ വരെ നിലനിന്നു പോന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സമകാലികമായൊരു സാഹചര്യത്തിൽ സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ ജനഹൃദയങ്ങളിൽ ഇസ്ലാമിനെ മോശമായ ഒരു മതമാക്കി ചിത്രീകരിക്കാനും സമൂഹത്തിൽ ഇസ്ലാമിനെ താറടിക്കുവാനും വേണ്ടി പുറപ്പെട്ടിറങ്ങിയ ഒരുപാട് കക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ആചാരങ്ങളെയും അതുപോലെ തന്നെ ഇസ്ലാമിക ചിഹ്നങ്ങളെയും പലവിധേനയും സമൂഹത്തിൽ കൊച്ചാക്കിക്കൊണ്ടും കളിയാക്കിക്കൊണ്ടും ചിത്രീകരിക്കുകയും അത് ഒരു ഇസ്ലാമിനെ അവഹേളിക്കാനുള്ളൊരു മാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമുക്ക് സംജാതമായി കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് എല്ലാ മാധ്യമ ഘടകങ്ങളും ഇതിൽ വല്ലാതെ പങ്കുവഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ അടുത്തായി നമുക്കിടയിൽ രൂപപ്പെട്ട പ്രസവത്തിനെതിരിൽ വീട്ടിൽ പ്രസവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു, അത് ഒരു വലിയ തെറ്റായിക്കൊണ്ട് ചിത്രീകരിക്കുകയും ഇസ്ലാം ഒരു യാഥാസ്ഥിക മതമാണെന്നും ഇന്നത്തെ സാഹചര്യവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു മതമായി അതിനെ വക്രീകരിക്കുകയും പകരം ഇസ്ലാമിനെതിരിൽ ഒളിയമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുവാനും പകരം ലിബറലിസ്റ്റ് ആശയങ്ങളും അതുപോലെ തന്നെ മറ്റു വക്രീകരിക്കപ്പെട്ട ആശയങ്ങളും ജനഹൃദയങ്ങളിലേക്ക് സ്ഥാപിക്കുവാനും വേണ്ടി പല ദിക്കിൽ നിന്നും പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസവമെന്ന് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. ഒരിക്കലും അതൊരു രോഗമായിട്ട് മുസ്ലിം സമുദായത്തിനോ മുസ്ലിം പണ്ഡിതന്മാരോ ഇന്നേ വരെ ആരോടും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അത് പഴയ കാലം മുതൽ നമ്മുടെ നാടുകളിൽ വീട്ടുകളിലാണ് പ്രസവിച്ചിരുന്നത്. അതിന് പ്രസവമെടുക്കാനായി പ്രത്യേകം ആളുകളുണ്ടായിരുന്നു. എന്നാൽ കാലം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ അത് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ മറ്റു പരിചരണ കേന്ദ്രങ്ങളിലേക്കും അത് മാറുകയും അതിൻ്റെ രൂപവും ഭാവവും മാറി അതിൽ ഡോക്ടർമാരും അതുപോലെ തന്നെ ചികിത്സാരികളും നഴ്സുമാരുമൊക്കെയായി പ്രസവം അത് എടുക്കുവാനും പരിചരിക്കുവാനുമുള്ള പുതിയ വഴികൾ സമൂഹം തേടിപ്പോവുകയാണ്. ഇതെല്ലാം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇതിനെല്ലാം എതിരാണ് പരിശുദ്ധമായ ഇസ്ലാം മതമെന്നും ഒരിക്കലും അത് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും പ്രചരിപ്പിക്കുന്ന ഇത്തരം കക്ഷികൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നാം പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം ഒരു വിശ്വാസം ഇവിടെ അനുഷ്ഠിക്കുവാനും അതിൽ വിശ്വസിക്കുവാനും ഓരോരുത്തർക്കും പ്രത്യേകമായ അവകാശം നമ്മുടെ രാജ്യത്തുള്ള ഭരണകൂടവും അതുപോലെ തന്നെ ഭരണപ്രക്രിയയും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെ കടന്നാക്രമിക്കുകയും സമൂഹത്തിൽ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും ഒരു മതത്തെ താറടിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഇതിൽ അത് മാധ്യമങ്ങളിലൂടെയായാലും പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്ത കക്ഷികളുടെ ആശയങ്ങളുടെ വക്താക്കളാണെങ്കിലും ഒരിക്കലും അതിനെ അനുവദിക്കാൻ പാടില്ല. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹം വളരെ എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യ എന്നല്ല ഒട്ടുമിക്ക രാജ്യങ്ങളിലും മുസ്ലിം സമുദായം ഒരുപാട് പ്രതിസന്ധികളിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ മുസ്ലിം സമുദായത്തിന് നേരെ
വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നാം ഇതിനെപ്പറ്റി മുസ്ലിം സമുദായത്തിലുള്ളവരും അല്ലാത്തവരുമായ എല്ലാ ജനവിഭാഗങ്ങളും ഈ ഒരു വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ആശയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.